ഒരിക്കലൊരു ബ്രാഹ്മണന് ഒരു കാളക്കുട്ടിയെ സമ്മാനമായിട്ട് കിട്ടി. അയാൾ അതിനെ കൊണ്ടുപോയി പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് വളർത്താൻ തുടങ്ങി. സ്വന്തം മകനെ പോലെ തന്നെയാണ് അയാൾ ആ കാളക്കുട്ടിയെ കണ്ടത്. അതുകൊണ്ട് തന്നെ കാളക്കുട്ടിക്കും ഇയാളോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ കിടാവ് വളർന്ന് ഒരു വലിയ കാളയായി തീർന്നു. നല്ല ആരോഗ്യമുള്ള വലിയൊരു കാള. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കാള ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, യജമാനനെ അങ്ങ് സ്വന്തം മകനെ പോലെയല്ലേ കണ്ടത്, അതുകൊണ്ട് അങ്ങേക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അങ്ങ് തൊട്ടടുത്ത ഒരു ധനികൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് 100 വണ്ടികൾ ഒരുമിച്ച് വലിക്കാൻ പറ്റും എന്ന് പറയണം. അയാൾ ചിലപ്പോൾ സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കാതെ വരികയാണെങ്കിൽ അങ്ങ് അദ്ദേഹത്തോട് തർക്കിക്കുകയും ഇക്കാര്യത്തിൽ ഒരു വാത് വെക്കാൻ പറയുകയും ചെയ്യണം. 1000 സ്വർണ്ണ നാണയങ്ങളായിരിക്കണം ഈ വാത്. ഞാൻ 100 വണ്ടികൾ വലിച്ചോളാം, അങ്ങേക്ക് അങ്ങനെ ഈ 1000 സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. ഈ ബ്രാഹ്മണനാണെങ്കിൽ ഈ കാള മനുഷ്യ സ്വരത്തിൽ സംസാരിക്കുന്നത് കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയായിരുന്നു. എന്തായാലും തൻ്റെ കാളയെ വിശ്വസിച്ച് അദ്ദേഹം ഒരു വലിയ ധനികൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അയാളോട് തൻ്റെ കാളയ്ക്ക് 100 വണ്ടികൾ ഒരുമിച്ച് വലിക്കാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. ഈ ധനികനായ മനുഷ്യനും അയാളുടെ സുഹൃത്തുക്കളും ഈ ബ്രാഹ്മണനെ കളിയാക്കി. 1, 2, 3 വണ്ടികളല്ല, 100 വണ്ടികൾ. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? ഒരു കാളയ്ക്ക് എങ്ങനെ 100 വണ്ടികൾ വലിക്കാൻ പറ്റും എന്ന് ഇയാൾ ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ ഉറപ്പ് പറഞ്ഞു, അല്ല, എൻ്റെ കാളയ്ക്ക് 100 വണ്ടികൾ വലിക്കാൻ പറ്റും. അവസാനം ഇവർ തമ്മിൽ തർക്കത്തിലായി വാത് വെച്ചു. കാള 100 വണ്ടികൾ വലിച്ചാൽ 1000 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാമെന്ന് ഈ ധനികൻ പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണൻ തൻ്റെ വീട്ടിലേക്ക് കാളയെ കൊണ്ടുവരാൻ പോയി. ധനികനാണെങ്കിൽ നിറയെ ചരക്ക് നിറച്ച 100 കാളവണ്ടികൾ ഒന്നിന് പിന്നിൽ ഒന്നായിട്ട് കെട്ടി തയ്യാറാക്കി നിർത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബ്രാഹ്മണൻ വിചാരിച്ചു, വളരെ കാലമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 1000 സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആ കൂട്ടത്തിൽ ഈ 1000 കൂടെ ആകുമ്പോൾ 2000 സ്വർണ്ണ നാണയങ്ങളാവും. ഓ, ഞാൻ വലിയ പണക്കാരനായത് തന്നെ. അയാൾ തൻ്റെ കാളയെ പോയി കൊണ്ടുവന്ന് ഈ 100 കാളവണ്ടികളുടെ ഏറ്റവും മുന്നിലായിട്ട് കെട്ടി. എന്നിട്ട് കാളവണ്ടിക്കാരൻ ഇരിക്കുന്ന സ്ഥലത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞു, വേഗം നടക്കട തെമ്മാടി. ഇങ്ങനെ തെമ്മാടിന്ന് വിളിക്കുക മാത്രമല്ല, ഇയാൾ ഒരു ചാട്ട എടുത്ത് കാളയ്ക്ക് 2 അടിയും കൊടുത്തു. കാളയ്ക്ക് ദേഷ്യം വന്നു. ഇന്നലെ വരെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആൾ ഇപ്പോൾ തന്നോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നു. കാള അനങ്ങിയില്ല. എല്ലാവരും കൂടെ ഈ ബ്രാഹ്മണനെ കളിയാക്കി. അയാളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമായ 1000 സ്വർണ്ണ നാണയങ്ങളും കൂടി ഈ പണക്കാരന് കൊടുത്തിട്ട് ഈ ബ്രാഹ്മണൻ വളരെ സങ്കടത്തോടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ ചെന്ന അയാൾ കാളയോട് പറഞ്ഞു, നീ നല്ല പണിയാണ് കാണിച്ചത്, എന്നെ പറ്റിച്ചല്ലോ. അപ്പോൾ കാള പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങൾ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന എന്നെ ഇന്ന് തെമ്മാടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്നെയാണോ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ബ്രാഹ്മണന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ കാളയുടെ അനുവാദത്തോടെ വീണ്ടും ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്ന് 2000 സ്വർണ്ണ നാണയങ്ങൾക്ക് വാത് വെക്കുകയും ഇത്തവണ തൻ്റെ കാളയെ അയാൾ മോനെ എന്ന് വിളിച്ച് നടക്കാൻ പറയുകയും ചെയ്തു. 100 വണ്ടികളും വലിച്ചുകൊണ്ട് കാള വളരെ സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. ഇത് കണ്ട ധനികനും അയാളുടെ കൂട്ടുകാരും അമ്പരന്ന് പോയി. അപ്പോൾ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 2000 സ്വർണ്ണ നാണയങ്ങൾ ആ ധനികൻ ഈ ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണൻ വലിയ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി.